ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ന് 4ാമത്തെ നോമ്പാണ്. ഇന്നത്തെ നോമ്പ് തുറ ഉമ്മാന്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അതിന്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ വീഡിയോക്ക് ഇപ്പൊ തന്നെ ഒരു ലൈക്ക് ഇട്ടേക്കുക. എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഞാൻ എന്തായാലും വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗായ്സ്, അങ്ങനെ ഞങ്ങള് വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഇതാക്കടെ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഞങ്ങള് ഓട്ടോയിലാണ് പോകുന്നത്. ഞാന് കുറേ നാളുകൾക്ക് ശേഷമാണ് ഓട്ടോയിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങള് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാണ്. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്ററാണ് ഉമ്മാന്റെ വീട്ടിലേക്ക് ഉള്ളത് കേട്ടോ. ഗായ്സ്, അങ്ങനെ ഞങ്ങളിതാ ഉമ്മാന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2:30 കേട്ടോ സമയം. അപ്പോൾ ഇവിടെ ഉമ്മാന്റെ താത്തയും അതുപോലെ ഉമ്മാന്റെ അനിയത്തിയും നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇതാ നല്ല ചൂടാണ് കേട്ടോ. ഇതാ പുറത്ത് കണ്ടില്ലേ, നല്ല വെയിലാണ്. അപ്പോൾ നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോവാം. അങ്ങനെ ഇതാ ബെഡ്റൂമിൽ വന്നപ്പോൾ ഇവിടെ ഇതാക്കണ് അനിയനും അതുപോലെ അമ്മോന്റെ കുട്ടിയുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഫോണിലെന്തോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റൂലല്ലോ, നല്ല വെയിലാണല്ലോ. അപ്പോൾ അവരിവിടെ എന്തോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനിതാക്കണ ഒരു സൈഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും പറയണ്ട, നല്ല ചൂടാണ് കേട്ടോ. ഇവിടെ നല്ല ഭയങ്കര ചൂടാണ്. അപ്പോഴേക്കും ഇവിടെ ഇതാക്കണ് ഉമ്മാന്റെ അനിയത്തിന്റെ കുട്ടിയും അതേപോലെ അനിയന്റെ കുട്ടിയും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അവരിതാക്കണ് ഇവിടെ ഇങ്ങനെ ഫോണിലെന്തോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോയി നോക്കുമ്പോൾ അവർ ഇതാക്കണ് നല്ല ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ ഒരു ഭാഗത്ത് ഇങ്ങനെ കിടക്കുകയാണ്. ഗായ്സ്, അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇവർ ഗെയിം കളിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നീട് ഇവർ വേറെ കളി കളിക്കൽ തുടങ്ങിട്ടോ. അപ്പം ഞാനിതാക്കണ ഇവിടെ ഉറങ്ങാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നീട് ഈവനിങ് ആയപ്പോൾ എണീറ്റു കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാക്കണ് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ പുറത്തിങ്ങനെ നിന്നപ്പോൾ നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഫുഡ് ഞങ്ങൾ പുറത്തുനിന്ന് വെച്ച് കൊണ്ടുവരാണ്. അങ്ങനെ ഇതാക്കണ് ഫുഡ് ഇതാക്കണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടെ കിച്ചണിൽ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സും അതുപോലെ എണ്ണക്കടിയൊക്കെ ഇങ്ങനെ പാത്രത്തിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് നമ്മൾ ജ്യൂസും അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആയത് ഇങ്ങനെ ടേബിൾമ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, റെഡി ആയതൊക്കെ. അപ്പോൾ ആദ്യം തന്നെ റെഡി ആയത് ഇതാക്കണ് ഞങ്ങൾ ഇതാക്കണ് ഇവിടെ ടേബിൾമ ഇങ്ങനെ ഓരോന്നിങ്ങനെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്, അതുപോലെ ഈത്തപ്പായം വെച്ചിട്ടുണ്ട്. എണ്ണക്കടി ഇങ്ങനെ വെക്കൽ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോന്നിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം കൊണ്ടുവന്ന് വെച്ചപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോഴേക്കും ഇവിടെ ഇതാക്കണ് ജ്യൂസും എത്തിയിട്ടുണ്ട് കേട്ടോ. കിച്ചണിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ആയതിങ്ങനെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണ് ജ്യൂസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ജ്യൂസുകളൊക്കെ വെക്കൽ കഴിഞ്ഞപ്പോൾ ഇവിടെ ഇതാക്കണ് സമൂസ പൊരിക്കലൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സമൂസ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, അങ്ങനെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതാക്കണ് ഓരോരുത്തർ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തർ ഓരോരോ ഭാഗത്തായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇത് ചെറിയൊരു ഹാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കാൻ പറ്റുന്ന പോലൊക്കെ മാക്സിമം ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ പുറത്തായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് പിന്നീട് എല്ലാവരും കൂടി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടേബിൾ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഇതാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാനിതാക്കണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് എടുത്തൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോഴേക്കും ഇവിടെ ഇതാക്കണ് ഫുഡ് ഇങ്ങനെ പാത്രത്തിലാക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫുഡ് എടുക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദമ്മ് പൊട്ടിക്കണമൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ഓരോന്നിലിങ്ങനെ ആക്കിക്കൊണ്ടിരുന്ന് അവസാനമായിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാനിത് കണ്ടത് കേട്ടോ. അങ്ങനെ ഇതാക്കണ് പാത്രത്തിൽ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ടേബിളിൻ്റെ അടുത്തേക്ക് പോവാം. ടേബിളിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഇതാക്കണ് ഓരോന്ന് സെറ്റ് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് ബീഫ് ബിരിയാണിയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതുപോലെ സ്റ്റൂളൊക്കെ ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്റ്റൂള് വെച്ചാലാണ് ഇവിടെ കൂടുതൽ പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, കൂടുതൽ സ്പേസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ ഇതാക്കണ് ബീഫ് ബിരിയാണി വെച്ചിട്ടുണ്ട്, പത്തിരി വെച്ചിട്ടുണ്ട്, ചിക്കൻ കറി വെച്ചിട്ടുണ്ട്, തൈര്, വെള്ളം ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ആദ്യത്തെ ട്രിപ്പ് ഇരുന്ന് കഴിഞ്ഞു. പിന്നീടാണ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നത് കേട്ടോ. നോമ്പ് തുറക്കാം ഇരുന്ന പോലെ തന്നെയാണ് ഇരുന്നിട്ടുള്ളത്. ഇതാണ് അടിയാണ്ട് ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഇതാക്കണ എല്ലാരും കൂടി ഇതുമ്മ ഇരുന്നിട്ടുണ്ട്. ടേബിൾമേ ഇരിക്കാൻ കഴിയുന്നിടത്തോളം ആൾക്കാർ ഇരുന്നിട്ടുണ്ട്. ശരിക്ക് പറഞ്ഞാല് ഇങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോഴാണ് ഞങ്ങളെല്ലാരും കൂടി ഭക്ഷണം ഒരുമിച്ച് കഴിക്കലും അതുപോലെ ഒരുമിച്ച് കാണാറും കേട്ടോ. അല്ലെങ്കിൽ ഒരാളുണ്ടാവുമ്പോൾ ഒരാളുണ്ടാവും, ഒരാളുണ്ടാവുമ്പോൾ ഒരാളുണ്ടാവില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് മിസ്സാവും. തള്ളി മറിച്ചണ്ടേ ഇത് കൂട്ടുവോ ഫ്ലാഷ് ഇടുവോ? അങ്ങനെ ഞങ്ങളെ ഫുഡ് കഴിക്കൽ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനിയും ആൾക്കാർ ഇരിക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെ കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നീട് അവരൊക്കെ ഇരുന്നു കേട്ടോ, ഇരിക്കാനുള്ളവരൊക്കെ. അങ്ങനെ അവർ ഇരുന്ന് കഴിഞ്ഞ് അവരുടെ കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നീട് ഞങ്ങളൊന്ന് യാസീൻ ഓതി ദ്വാരക്കാമെന്ന് കരുതി ഇവിടെ താക്കണ് ഹാളിലേക്ക് എല്ലാവരും വന്നിട്ടുണ്ട്. ഗായ്സ് അങ്ങനെ യാസീൻ ഓതി ദ്വാരക്കലൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ ഓരോരോ തിരക്കിലേക്ക് പോയി. ചിലര് ബെഡ്റൂമിലേക്ക് വർത്താനം പറയാൻ പോയിട്ടുണ്ട്, അതുപോലെ കിച്ചണിലേക്ക് പോയിട്ടുണ്ട് ചിലര്. അപ്പോൾ ഇവിടെ ഇതാക്കണ് കുട്ടികൾ നല്ല കളിയിലാണ് കേട്ടോ, ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കണേ. ഒരു ഭാഗത്ത് മാത്രമേ ഇവിടെ ലൈറ്റ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ എത്രത്തോളം ക്ലിയർ ഉണ്ടാവും എന്നെനിക്കറിയില്ല. എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഞാൻ മാക്സിമം വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ അവര് കളിക്കുന്നത് കുറച്ചു നേരം നോക്കിയൊക്കെ ഇരുന്ന് ഞാനിതാക്കള് വീടിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഉള്ളില് നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങളിന്ന് ഇവിടെ നിൽക്കുന്നില്ല, ഓരോരുത്തർ പോവല് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഗായ്സ് അങ്ങനെ ഞാൻ വണ്ടിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ മാത്രമുള്ളൂ കേട്ടോ വെളിച്ചം, പോകുന്ന ഭാഗത്ത് വെളിച്ചമല്ല, അതുകൊണ്ടാണ് ഇവിടുന്ന് വീഡിയോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാനിതാക്കണ് വണ്ടിയിലെത്തിയിട്ടുണ്ട്. വീട്ടുകാരെങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായി രേഖപ്പെടുത്തുക.
അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.